ഹേ ഗായ്സ്, വെൽക്കം ബാക്ക്. അങ്ങനെ ഐഫോണിൻ്റെ 16E അല്ലെങ്കിൽ ഐഫോൺ SE 4 ജനറേഷൻ കഴിഞ്ഞ ദിവസം ലോഞ്ച് ചെയ്തു. ഇന്നലെ രാത്രി ലോഞ്ച് ചെയ്തു. എങ്ങനെയുണ്ട്? നമ്മൾ എക്സ്പെക്റ്റ് ചെയ്തതിനും കാട്ടിയും ഹൈ എൻഡ് പ്രൈസിലാണ് ഫോൺ വന്നത്. എക്സ്പെക്റ്റ് ചെയ്ത അതേ സെയിം സ്പെസിഫിക്കേഷൻസും ഡിസൈനും ഒക്കെ സെയിമാണ്. ഞാൻ പറയാം, പ്രൈസ് പറയാം. 3 വേരിയൻ്റായിട്ട് വരുന്നുണ്ട്. ബേസ് മോഡൽ 64GB അല്ല 128GB തന്നെ കൊടുത്തിട്ടുണ്ട്. നല്ല കാര്യം. 128GB ബേസ് മോഡലിൻ്റെ പ്രൈസ് 59,990 രൂപയായിട്ടാണ് വരുന്നത്. അതായത് 60,000 രൂപ എന്നൊരു 10 രൂപ കുറവ് മാത്രമേ വരുന്നുള്ളൂ. പിന്നീട് 256GB ആണ്. അതിൻ്റെ പ്രൈസ് 69,990 രൂപയും. പിന്നീട് 512GB വരുന്നുണ്ട്. അതിൻ്റെ പ്രൈസ് 89,990 രൂപയായിട്ടാണ് വരുന്നത്. ഏറ്റവും ഹൈ എൻഡ് മോഡലിൻ്റെ പ്രൈസ് 90,000, മറ്റേത് 60,000 രൂപയായിട്ടാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. 60,000 രൂപയാണ് പ്രൈസ് വരുന്നത്. ഇതിൻ്റെ ഡിസൈൻ 2 കളേഴ്സാണ് വരുന്നത്. വേറെ ഒരുപാട് വെറൈറ്റി കളേഴ്സൊക്കെ വരും എന്ന് ലീക്സ് ആൻഡ് റൂമേഴ്സൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ അങ്ങനെയുള്ള ഒരു കളറും ഇല്ല. ആകെ ഒരു ബ്ലാക്കും ഉണ്ട്, ഒരു വൈറ്റും ഉണ്ട്. വേറെ കളേഴ്സ് ഒന്നും കൊടുത്തിട്ടില്ല. ബാക്കിലൊരു സിംഗിൾ ക്യാമറയും അലുമിനിയം ഫ്രെയിമും ബാക്ക് ഗ്ലാസ്സാണ്. സെറാമിക് ഷീൽഡിൻ്റെ പ്രൊട്ടക്ഷൻ വരുന്നുണ്ട്. നമ്മൾ ആ ലീക്കിലൊക്കെ കണ്ട സെയിം എക്സാക്റ്റ് ഡിസൈനാണ്. മറ്റേ ആക്ഷൻ ബട്ടണൊക്കെ ഇതിനും വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അത് ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾക്ക് ആപ്പിളിൻ്റെ ഇൻ്റലിജൻസ് ഒക്കെ തന്നെ ഈ ഒരു ഫോണിൽ വരുന്നുണ്ട്. അത് കൺട്രോൾ ചെയ്യാൻ വേണ്ടി പറ്റും. 60-ലുണ്ടായ അത് സെയിം സെറ്റപ്പ് ആട്ടോ ഇതിലും വരുന്നത്. പിന്നീട് IP68 വാട്ടർ റെസിസ്റ്റൻ്റ് വരുന്നുണ്ട്. ഡിസൈൻ വൈസ് നമ്മൾ കണ്ടു തന്നെയാണ്. പിന്നെ അതിനെപ്പറ്റി ഒന്നും പറയാനില്ല. കൊള്ളാമെന്നേ ഉള്ളൂ. SE അല്ലെങ്കിൽ 16E എന്ന പേരിലാണ് വരുന്നത്. അപ്പം രസമൊക്കെ ഉണ്ട്, കുഴപ്പമൊന്നും പറയാനില്ല ഡിസൈനെ പറ്റി. ബാക്കിയെല്ലാം ഇറ്റ്സ് ഓക്കെ. പിന്നീട് നോച്ച് ഡിസൈനായിട്ടാണ് വരുന്നത്. ഫ്രണ്ടിൽ നിന്ന് ഡിസ്പ്ലേ പറ്റി പറയാം. 6.1 ഇഞ്ചിൻ്റെ ഓരോ ഡിസ്പ്ലേ ആണ് വരുന്നത്. അതായത് ഇപ്പോൾ ലാസ്റ്റ് ഇറങ്ങിയ iPhone 14 ഉണ്ടായിരുന്നില്ലേ, അതിൻ്റെ എക്സാക്റ്റ് ഡിസ്പ്ലേ ആണ് ഇതിന് കൊടുത്തിട്ടുള്ളത്. സോ നോച്ചാണ്. ഫേസ് ID വരുന്നുണ്ട്. പണ്ടത്തെ മോഡലൊക്കെ ആണെങ്കിൽ ടച്ച് ID ഒക്കെയാണ് ഉണ്ടായത്. അതൊക്കെ ഒഴിവാക്കിയിട്ടുണ്ട്. ഇറ്റ്സ് ഗുഡ്. അങ്ങനെ പഴയ ജനറേഷൻ കമ്പയർ ചെയ്യുന്ന സമയത്ത് വലിയ ഹ്യൂജ് അപ്ഗ്രേഡ് തന്നെയാണ് ഡിസ്പ്ലേയുടെ ഭാഗത്തൊക്കെ വന്നിട്ടുള്ളത്. നല്ല ഡിസ്പ്ലേ. പിന്നീട് 60 Hz ആണ്. 120 Hz ഒന്നും കൊടുക്കില്ല. കാരണം ഓൾറെഡി 16-ൽ പോലും 120 Hz വരുന്നില്ല. അപ്പം SEക്ക് അല്ല 16E എന്തായാലും അത് ഉണ്ടാവില്ല. സോ നോർമൽ 60 Hz ഡിസ്പ്ലേ ആണ്. ഡിസ്പ്ലേ വൈസും നല്ലൊരു ഹ്യൂജ് അപ്ഗ്രേഡ് തന്നെ. കാരണം പഴയ SE 3rd ജനറേഷനിലാണെങ്കിൽ ആകെ ഒരു 4.7 ഇഞ്ചിൻ്റെ വലിയ കട്ട ബെസിലൊക്കെയുള്ള ഡിസ്പ്ലേ ആണ് ഉണ്ടായത്. അത് വെച്ചത് കമ്പയർ ചെയ്യുമ്പോൾ ഒരു വലിയ ഡിഫറൻസ് തന്നെയുണ്ട്. ദെൻ ക്യാമറ 48 MB പ്രൈമറി ക്യാമറ വരുന്നുണ്ട്. 12 MB സെൽഫി ക്യാമറയും കൊടുത്തിട്ടുണ്ട്. ഇറ്റ്സ് നൈസ്. അതുപോലെ തന്നെ 4K 60 FPS വീഡിയോസും ഷൂട്ട് ചെയ്യാൻ വേണ്ടി പറ്റുന്നുണ്ട്. ക്യാമറ വൈസും ഒരു ഹ്യൂജ് അപ്ഗ്രേഡ് ക്യാമറയുടെ ഭാഗത്തും വന്നിട്ടുണ്ട്. കാരണം SE 3rd ജനറേഷനായിട്ട് കമ്പയർ ചെയ്യുന്ന സമയത്താണ്, അല്ലാതെ iPhone 16 ആയിട്ടൊന്നല്ല കമ്പയർ ചെയ്യുന്നത്. 3rd ജനറേഷനായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ക്യാമറ ഭാഗത്തും വലിയൊരു അപ്ഗ്രേഡ് വന്നിട്ടുണ്ട്. പിന്നീട് പെർഫോമൻസ് ആണ്. ഇതിൽ വരുന്നത് iPhone 16-ലുള്ള അതേ സെയിം ബയോണിക് 18 ചിപ്സെറ്റാണ്. ആപ്പിളിൻ്റെ ഇൻ്റലിജൻസ് ഒക്കെ തന്നെ ഇതിൽ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഇറ്റ്സ് ഗുഡ്. പെർഫോമൻസ് വൈസ് കഴിഞ്ഞ 3rd ജനറേഷനൊക്കെ ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഒരു 40% ഫാസ്റ്റർ ആണ്. സോ ഫാർ ബെറ്റർ ആണ് പെർഫോമൻസ് എന്ന് പറയുന്നത്. അപ്പം നിങ്ങൾക്ക് 16-ലുള്ള അതേ പെർഫോമൻസ് തന്നെ ഈ ഒരു വില കുറഞ്ഞ iPhone SE 4-ലും കിട്ടുന്നുണ്ട്. പിന്നീട് iOS 18 ആയിട്ടാണ് വരുന്നത്. പിന്നെ എന്തായാലും അതൊക്കെയല്ലേ വരൂ. അതുപോലെ തന്നെ ബാറ്ററി ലൈറ്റ്നിങ് പോർട്ടൊക്കെ ഒഴിവാക്കിയിട്ട് Type-C പോർട്ടായിട്ട് വന്നിട്ടുണ്ട്. കാരണം എന്നാൽ മാത്രമേ യൂറോപ്പിലൊക്കെ തന്നെ ഇറക്കാൻ വേണ്ടി പറ്റുള്ളൂ. അതുകൊണ്ടാണ് Type-C ആക്കിയത്, അല്ലാതെ വെറുതെ അല്ല ആക്കിയത്. അപ്പോൾ Type-C ചാർജിങ് പോർട്ട് വരുന്നുണ്ട്. ഒരു ബാറ്ററിയെ പറ്റി പറയുകയാണെങ്കിൽ ഒരു വീഡിയോ പ്ലേബാക്ക് ടൈം ഇവർ പറയുന്നത് ഒരു 26 hours കിട്ടുമെന്നാണ് പറയുന്നത്. കമ്പാരിറ്റീവ്ലി പഴയ 3rd ജനറേഷൻ SE ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ അതിനാകെ കിട്ടുന്ന 15 hours വീഡിയോ പ്ലേബാക്ക് ടൈമാണ്. അപ്പം ഒരു 11 hours അടുത്തോളം ഒരു എക്സ്ട്രാ ബാറ്ററി എന്ന രീതിയിൽ കൂടിയിട്ടുണ്ട്. നല്ല രീതിയിലുള്ള ഡിഫറൻസ് ബാറ്ററിയിൽ വന്നിട്ടുണ്ട്. ഇപ്പോൾ iPhone 16 ആയിട്ട് കമ്പയർ ചെയ്ത് കഴിഞ്ഞാൽ അതിലാണെങ്കിൽ 27 hours വീഡിയോ പ്ലേബാക്ക് ടൈമാണ് കിട്ടുന്നത്. അതുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഒരു 1 hour ഡിഫറൻസ് മാത്രമേ വരുന്നുള്ളൂ. ഒരു നല്ലൊരു ഹ്യൂജ് അപ്ഗ്രേഡ് ബാറ്ററിയുടെ ഭാഗത്തും വന്നിട്ട് നല്ലൊരു ബാറ്ററി ലൈഫും 16-ൽ കിട്ടുന്ന എക്സാക്റ്റ് ആ ഒരു സെയിം ബാറ്ററി ലൈഫ് നിങ്ങൾക്ക് ഇതിലും കിട്ടുന്നതായിരിക്കും. എങ്ങനെയുണ്ട് ഈ ഒരു ഫോൺ ഈ ഒരു പ്രൈസ് പോയിന്റിൽ? 60,000 രൂപയാണ് പ്രൈസ്. ആ ഒരു പ്രൈസ് പോയിന്റിൽ ഇതൊരു ഓവർ പ്രൈസ് ആണ്. കാരണം iPhone 16 ഇപ്പോഴത്തെ പ്രൈസ് 69,000 രൂപക്കാണ് ഇപ്പോൾ ഫ്ലിപ്കാർട്ടിലൊക്കെ സെയിൽ ചെയ്യുന്നത്. ഇറങ്ങിയതൊരു 70,000 രൂപ അല്ലെങ്കിൽ 69,990 രൂപയ്ക്കാണ് ഇറങ്ങിയത്.
ഇത് 60,000 രൂപ. ആകെ ഡിഫറൻസ് ഇപ്പോൾ ഉള്ളത് ഒരു 90,000 രൂപ ഡിഫറൻസ് മാത്രമേ ഉള്ളൂ. ആ 90,000 രൂപ ഡിഫറൻസിൽ ഇത് വാങ്ങേണ്ട വലിയ ആവശ്യമുണ്ട്. 90,000 രൂപ അധികം കൊടുത്തിട്ട് 60 വാങ്ങുന്നതല്ലേ നല്ലത്. ഈ പഴയ നോച്ച് ഡിസൈനൊക്കെ ഉള്ള ഫോൺ ആരെങ്കിലുമൊക്കെ പോയിട്ട് വാങ്ങൂടെ? അത്യാവശ്യം ബുദ്ധിയില്ലാതൊക്കെ പോയിട്ട് വാങ്ങേണ്ട ആവശ്യമുണ്ടോ? അത് പോട്ട് iPhone 15 ഉണ്ട് 50,000 രൂപ റേഞ്ചിൽ. പിന്നെ 60 ഇത് വാങ്ങേണ്ട വല്ല ആവശ്യമുണ്ടെന്ന് ആലോചിച്ച് നോക്കിയേ. ഒരാവശ്യമില്ല. നിങ്ങൾ ഈ ഫ്ലിപ്കാർട്ടിനൊക്കെ തന്നെ ബിഗ് ബില്യൺ ഡേ ഒക്കെ വരും ഈ സെപ്റ്റംബറൊക്കെ ആകുമ്പോൾ. ആ സമയത്ത് ഈ പറഞ്ഞ 16 ഒക്കെ 50,000 രൂപ കിട്ടും. അപ്പം പിന്നെ ഇതിനെന്ത് വാല്യൂ ആടെ ഉള്ളത് ഈ പ്രൈസിന്? ഒരു ബഡ്ജറ്റ് ലെവലിൽ ഒരു ഐഫോൺ ഇറക്കുന്നുണ്ടെങ്കിൽ അറ്റ്ലീസ്റ്റ് ഒരു 10-20,000 രൂപ ഡിഫറൻസ് എങ്കിലും വേണം. കാരണം ഇതിനിപ്പോൾ 16 ഒരു 50,000 രൂപയാണെങ്കിൽ 16 70,000 രൂപ 20,000 രൂപ ഡിഫറൻസ് ഒക്കെ ആണെങ്കിൽ ആൾക്കാർ വാങ്ങുന്നതിന് കുറ്റം പറയാനില്ല. ഇറ്റ്സ് എ ഗുഡ് ഫോൺ, വലിയ കുഴപ്പങ്ങളൊന്നും പറയാനില്ല. കമ്പാരിറ്റീവ്ലി നോക്കുമ്പോൾ എല്ലാം ഇതിൽ വരുന്നുണ്ട്. നല്ല ഹ്യൂജ് അപ്ഗ്രേഡും വരുന്നുണ്ട്, നല്ല പെർഫോമൻസ് വരുന്നുണ്ട്. കാരണം അതേ ചിത്രത്തിന് ഇതിലും കൊടുത്തിട്ടുണ്ട്. പക്ഷേ പ്രൈസ് ഡിഫറൻസിലേക്ക് വരുന്ന സമയത്ത് ഈ 90,000 ഡിഫറൻസിൽ വാങ്ങേണ്ട ഒരാവശ്യമില്ല. നിങ്ങൾ 16 എടുത്തോ, അല്ലെങ്കിൽ അതിനെക്കാട്ടി വില കുറഞ്ഞ 15 എടുത്തോ, അതാണ് ഫാർ ബെറ്റർ. അല്ലാതെ ഇത് എടുത്തിട്ട് ഒരു കാര്യം ഉണ്ടാവാൻ വേണ്ടി പോകുന്നില്ല. ഒന്നാമത് സിംഗിൾ ക്യാമറ സെറ്റപ്പ് മാത്രമേ വരുന്നുള്ളൂ. ഒരുപാട് കാര്യങ്ങളൊക്കെ ഇതിൽ കുറവായിരിക്കും ഫീച്ചർ വൈസ് ഒക്കെ ആണെങ്കിൽ. പിന്നെ വെറുതെ ഇതെടുക്കേണ്ട ഒരു ആവശ്യമില്ല. ഇത് വെറുതെ ഇറക്കിയൊരു ഫോണായിട്ടാണ് എൻ്റെ പേഴ്സണലി ഞാൻ പറയാം. ഇത് വെറുതെ ഇറക്കിയൊരു ഫോണായിട്ടാണ് തോന്നുന്നത്. നിങ്ങളുടെ ഒപ്പീനിയൻ എന്തായാലും താഴെ കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഈ ഒരു വീഡിയോ യൂസ്ഫുൾ ആണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. സോ ഇറ്റ്സ് ഫണ്ടമെന്റൽ സൈനിങ് ഓഫ്. ബൈ.